എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? മിഡ് നൈറ്റ് മാസിന് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുക കേട്ടോ. അതിന് മുമ്പേ ഞാൻ എന്താ പറയുക, ഒരു ഇച്ചിരി താറാവ് മപ്പാസൊക്കെ വെച്ചേച്ചാൽ പോകുന്നത്. കാരണം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ. മിഡ് നൈറ്റ് മാസിന് പോവുക, വന്നിട്ട് സുഖമായിട്ട് ഉറങ്ങുക, രാവിലെ എണീക്കുക, അപ്പം ചുടുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതാണ് എൻ്റെ പ്ലാൻ കേട്ടോ. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും ക്രിസ്മസ് കഴിയും കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്നാലും കാണാമല്ലോ അല്ലേ? പിന്നെ താറാവ് മപ്പാസ് എന്താ പറയുന്നത്, ഭയങ്കര അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. അത് ഞാനിവിടെ നല്ല നീറ്റായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പക്ഷേ കുറച്ച് സമയം എടുക്കും ഉണ്ടാക്കി വരാനായിട്ട്. താറാവിൻ്റെ വേവൊക്കെ പോലെ ഇരിക്കും കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബ്രോയിലർ താറാവാണേ. അപ്പം ബ്രോയിലർ താറാവ് അറിയാലോ, നാടൻ താറാവിൻ്റെ അത്രയും ടേസ്റ്റ് കാണത്തില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നത് വെച്ച് ഇപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ, ഇച്ചിരി അപ്പവും താറാവ് കറിയൊക്കെ കഴിക്കണം തോന്നിയാൽ കഴിക്കണ്ടായോ, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ. നമുക്കേ നല്ല അടിപൊളി താറാവ് മപ്പാസ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യത്തെ സ്റ്റെപ്പ് മാരിനേഷനാണേ. ഞാൻ ഏകദേശം 3 കിലോ താറാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 3 കിലോ താറാവ് അത്യാവശ്യം വലിയ പീസായിട്ട് വെട്ടിക്കഴുകി വെച്ചിട്ടുണ്ടേ. ഇതാണ് ഒരു പീസിൻ്റെ വലിപ്പം കേട്ടോ. ഈ ഒരു വലിപ്പത്തിൽ ഞാൻ വെട്ടിക്കഴുകി വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി നല്ല നീറ്റായിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചാണ് കഴുകിയിരിക്കുന്നത് കേട്ടോ. അപ്പം വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മുശുക്കുമണമൊക്കെ മാറുവേ. ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമ്മൾ വറുത്ത് പൊടിക്കാൻ പോവുകയാണ് കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പെരുജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. നമ്മൾ ഹോൾ മല്ലിയാണ് വറുക്കാൻ പോവുകയാണ്. ഒരു 4-5 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു കുഞ്ഞു കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം താക്കോലം, കുറച്ച് മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഞാനതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു വലിയ കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1.5 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 10-20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ അരയ്ക്കുന്നില്ല, നെടുകെ കീറിയിടാൻ പോവുകയാണ് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഈ വറുത്ത് പൊടിക്കാനുള്ള സാധനങ്ങൾ വറുത്ത് പൊടിച്ചെടുക്കാം. നന്നായിട്ട് ചൂടായ പാനിലേക്ക് നമ്മൾ പെരുജീരകം, മല്ലി, ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, തക്കോലം ഇത്രയും സാധനങ്ങളിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചുവക്കെ വറുത്തെടുക്കും കേട്ടോ. കണ്ടോ, കളറൊക്കെ മാറി നല്ല ചുവന്ന് അത്യാവശ്യം ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. മല്ലിയൊക്കെ കണ്ടോ, മല്ലിയുടെ ഒക്കെ കളർ കണ്ടോ, ആ കളർ മതി കേട്ടോ. ഒത്തിരി നമുക്ക് വറുത്ത് പോകരുത്. ഏകദേശം ഇതിലൊരു 2 മിനിറ്റ് എടുക്കുകയുള്ളൂ. 2 മിനിറ്റ് നല്ല ചൂടായ പാനിൽ 2 മിനിറ്റ് ജസ്റ്റ് മസാല ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ നേരെ താറാവിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. നേരെ താറാവിലേക്ക് നമുക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കാം. അതേ മിക്സിയിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അത് നമ്മൾ മസാലയിലേക്ക് ചേർക്കാം കേട്ടോ. ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാണ്. നമുക്കിത് താറാവിലേക്ക് ചേർത്ത് കൊടുക്കാം. താറാവിലേക്ക് ഞാൻ എല്ലാ മസാലകളും ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി പേസ്റ്റ്, മഞ്ഞൾ പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് പിടിച്ച സാധനങ്ങൾ, ഇനി ഒരു അരമുറി നാരങ്ങയുടെ നീര് ഇത്രയും ചെയ്ത് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ പച്ചമുളക് ഞാൻ നടുവേ കീറി നടുവേ വളർന്ന് ഒരു 15-20 പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി പിടിപ്പിച്ച് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് അത് ഏകദേശം നമ്മളൊരു ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ ഞാനത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണേ. താറാവ് നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ ഫ്രിഡ്ജിലോട്ട് പൊക്കോട്ടെ കേട്ടോ. ദേഹണ്ടേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന താറാവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കേട്ടോ. ഇനി ഞാനിത് പ്രഷർ കുക്കറിലിട്ട് ഒരു 2 വിസിൽ കേൾപ്പിക്കാൻ പോവുകയാണേ. അതിന് മുമ്പ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ, ഇത് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ, ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാണ് നമ്മളിത് വേവിക്കുന്നത് കേട്ടോ. എന്നിട്ട് 2 വിസിലടിപ്പിച്ചാൽ മതി. അപ്പം നല്ല എന്താ പറയുന്നത്, ഒരു പാതിക്ക് മേലെ വേവിക്കിട്ടും. ബാക്കി എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാമേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ, പ്രഷർ കുക്കറിലേക്ക് നമ്മൾ താറാവ് വെച്ചു. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 12 സബോളയും ഒരു 6 തക്കാളിയും കൂടെയാണ് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുക്കും. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ ആ പാത്രം വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രത്തിലെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു 2-3 വഴുതനയില, ഒരു 3-4 ഏലക്ക, 4-5 ഗ്രാമ്പു, കുഞ്ഞു കഷ്ണം കറുവാപ്പട്ട, പെരുംജീരകം ഇത് നമ്മൾ നേരിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് അധികം മൂത്ത് പോകരുത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് സബോള ചേർത്ത് കൊടുക്കാവേ. മസാല മൂത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരെ സബോള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ സബോള നമ്മൾ നല്ല ചുവന്ന ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അതാണ് ഇനിയിപ്പോൾ നമുക്കുള്ളൊരു പണി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 20 മിനിറ്റ് എടുക്കും നമുക്ക് ആ പ്രോസസ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ചുവന്ന് സബോള വഴറ്റിയെടുക്കണമെങ്കിൽ 20 മിനിറ്റ് എടുക്കും. നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റി കിട്ടും കേട്ടോ. ഞാനേ ഈ ഒരു പാത്രത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ഞാൻ വിനാഗിരിയിലൊന്ന് കുഴച്ച് വെക്കാൻ പോവുകയാണേ. നമ്മുടെ സബോള അവിടെ കിടന്ന് ആകുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 1/4 ഭാഗം ആയിട്ടേ ഉള്ളൂ. ഈ കൂട്ടിലേക്ക്
ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് കേട്ടോ. ഇതും കൂടെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യും. അതായത് വിനാഗിരി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഇച്ചിരി ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കും കേട്ടോ. സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാവേ. 6 വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേരണം. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വരണം, അതാണ് കണക്ക്. നമ്മുടെ തക്കാളി നന്നായിട്ട് അലത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാമേ. ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില. ഇനി നമുക്ക് അരപ്പെടുത്ത് വെച്ചിരിക്കുന്നതില്ലേ അത് നമുക്ക് ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കുറച്ച് ഗരം മസാല, അത് ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അരപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് നല്ല മണമൊക്കെ വരുന്നവരെ, എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റി കൊടുക്കുക. നമ്മുടെ താറാവ് ഒരു 3/4ഓളം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ഈ അരപ്പിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണേ. വേണ്ടേ, നമ്മുടെ താറാവ് അരപ്പിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാം. അതിനു മുമ്പ് ഒരു 15 മിനിറ്റ് ഞാൻ ഈ അരപ്പിലിട്ട് വേവിക്കും കേട്ടോ. അപ്പോൾ ആ 15 മിനിറ്റ് കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ താറാവിൻ്റെ വേവ് കറക്റ്റ് ആകും. ഇത് നാടൻ താറാവല്ല, വേവ് അതുകൊണ്ട് കുറവാണ്, ബ്രോയിലർ താറാവാണ് കേട്ടോ. ഇവിടെ അതല്ലേ കിട്ടുള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞു. താറാവിന് നല്ല വേവായി കേട്ടോ. ഇനി ഞാൻ ഒന്നാം പാല്, തേങ്ങയുടെ ഒന്നാം പാല്, നല്ല കുറുകിയ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമുക്ക് ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞു. ഇനി മല്ലിയിലയും കൂടെ നമ്മൾ ചേർത്താൽ മതി. ഇങ്ങനെയാണ് ഞാൻ മപ്പാസ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അറിയാമല്ലോ, തേങ്ങാപ്പാൽ ഒന്നാം പാലായതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തോണം. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് കുറുകും. ഇനി ഗരം മസാലയൊക്കെ മേളിൽ ഇച്ചിരി തൂവി കൊടുക്കണം എന്നുള്ളവർ അത് ചെയ്യണം കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ്. എനിക്കധികം ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഞാൻ ആവശ്യത്തിന് മിച്ചം ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് ധാരാളമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊന്ന് ചൂടായിക്കോട്ടെ. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായി. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. നമ്മുടെ താറാവ് മപ്പാസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എനിക്ക് ഉപ്പെല്ലാം ഞാൻ ചേർത്തതെല്ലാം കറക്റ്റായിരുന്നു. നമ്മൾ സബോള വഴറ്റിയപ്പോഴല്ലേ നമ്മൾ ഉപ്പ് ചേർത്തത്. അപ്പോഴത്തേക്കും അതൊക്കെ കറക്റ്റായിരുന്നു. ഇന്നലെ മാരിനേഷനിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം നമ്മുടെ കറക്റ്റ് കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെ, നല്ല അടിപൊളി താറാവ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് എടുക്കുമ്പോൾ നല്ല അടിപൊളി താറാവ് മപ്പാസ് റെഡി. ഞങ്ങളുടെ ക്രിസ്മസ് ലഞ്ച് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ഒന്നാം തരം അപ്പം, താറാവും മപ്പാസ്, വട്ടയപ്പം, ബീഫ് ഒലത്തിയത്, കട്ട്ലറ്റ്, സാലഡ്, പിന്നെ ചോറിനുള്ള കറികളാണ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനുമേ മീൻകറി, തോരൻ, മെഴുക്ക് പുരട്ടി, പയർ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ, പുളിശ്ശേരി, ചിക്കൻ ഫ്രൈ, പിന്നെ അതേ മധുരത്തിന് നമ്മുടെ പൈനാപ്പിളുണ്ട്, പിന്നെ ആസ് യൂഷ്വൽ കേക്കും വൈനും. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ലഞ്ച്. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കും കേട്ടോ. അപ്പോൾ അടിപൊളി താറാവ് മപ്പാസ് കണ്ടല്ലോ. ഈസി അല്ലേ? നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലേ അല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.